Hi friends, welcome to Fix Media. I'm Shahir. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തുർക്കിഷ് ഡിഷാണ്. തുർക്കിഷ് ഷിഷ് കബാബ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഈ ഷിഷ് കബാബ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ പുതിനയുടെ ഇല കുറച്ച് വേണം, അതാണത്. പിന്നെ വൈറ്റ് സവാള, നമ്മൾ ഈ സലാഡിനൊക്കെ ഉപയോഗിക്കുമല്ലോ, അങ്ങനത്തെ സവാളയാണ് അതൊന്ന്. പിന്നെ ചെറുനാരങ്ങ രണ്ടെണ്ണം നല്ല. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള. പിന്നെ ക്യാപ്സിക്കൻ, അത് നമുക്ക് സലാഡിന് ഉപയോഗിക്കുന്നതാണ്, അതിവിടെ മാറ്റി വെക്കാം നമുക്ക്, അത് പിന്നീട് വേണ്ടതാണ്. അപ്പോൾ പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ബീഫാണ് നമുക്ക് പിന്നെ എടുത്തിട്ടുള്ളതിന്. അപ്പോൾ ബീഫ് കനം കുറച്ച് കട്ട് ചെയ്ത പീസുകളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ പാട, അങ്ങനത്തെ നെയ്യ്, അങ്ങനത്തെ ഒന്നും നമുക്ക് പാടില്ല. റെഡ് മീറ്റ് ആയിരിക്കണം, അതാണ് ഇപ്പോൾ പറയാനുള്ളത് ഇറച്ചിയെ കുറിച്ച്. അപ്പോൾ ശ്രദ്ധിക്കുക, കനം കുറച്ച് കട്ട് ചെയ്യുക. പിന്നെ ഉപ്പ് വേണം, ഉപ്പ് ഞാൻ പറയാൻ മറന്നതാണ് ഇൻഗ്രീഡിയൻസിൽ. അപ്പോൾ നമ്മളിവിടെ പുതിന ഇങ്ങനെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ പിന്നെ ഉള്ളി അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും അരിഞ്ഞ വെച്ചിട്ടുണ്ട്, എല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ആദ്യം നമ്മൾ പുതിനയുടെ ഇല അതിൽ ചേർക്കാം. ഇതെല്ലാം ഇതിൽ ചേർക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ കുത്തിയരിഞ്ഞ സവാള, പിന്നെ മുളക്, പച്ചമുളക് ഇടണം. പിന്നെ പിന്നെ കുരുമുളക് പൊടി, പിന്നെ ചെറുനാരങ്ങയുടെ നീര്. പിന്നെ ഞാൻ മറന്നുപോയ കാര്യമാണ്, ഇത് സൺഫ്ലവർ ഓയിലാണ്, അതൊരു കപ്പ് വേണം. ആ എടുത്ത കപ്പിന് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നതാണ് ഇൻഗ്രീഡിയൻസിൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നല്ലോണം മിക്സ് ചെയ്യുക, നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം നമ്മളത്. ഇപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല മിക്സ് ചെയ്യണം, നല്ല മിക്സ് ചെയ്ത് ചേർത്തിട്ട് ഇത് നമ്മളൊരു 8 മുതൽ 12 മണിക്കൂർ വരെ നമ്മൾ ഫ്രിഡ്ജിൽ ഈ ഒരു മസാല ഒക്കെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. അത് മാത്രമല്ല, ഇതിങ്ങനെ ചെയ്യുമ്പോഴേ ഈ ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റായി നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പാകത്തിന് ആയി കിട്ടുള്ളൂ ഈ സംഗതി. പിന്നെ ഈ ഇതുപോലുള്ള തുർക്കിഷ് ഇങ്ങനത്തെ ഗ്രില്ല് ചെയ്യുന്ന സംഭവങ്ങളൊന്നും വലിയ ഭയങ്കര ഇൻഗ്രീഡിയൻസോ ഭയങ്കര കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ കരുതും ഇത് പേരൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്നൊക്കെ കരുതും, അപ്പോൾ അത്രയൊന്നുമില്ല. ഇതപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ നമ്മളിതൊരു പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്.
അപ്പോൾ നമ്മളാ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണിത്. ഏതാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നമ്മൾ സെറ്റപ്പ് ആയിട്ടുണ്ട് സംഗതിയൊക്കെ. അപ്പോൾ നമ്മളത് ഇത് സ്റ്റിക്കിൽ ചെയ്യാണ്, സ്റ്റിക്കിൽ കോർത്തെടുക്കുകയാണ്. സ്റ്റിക്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കോർത്തെടുക്കണം. ഇറച്ചിയൊക്കെ എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. ഇത് പിന്നെ ഭയങ്കര ടേസ്റ്റി ആയൊരു വിഭവമാണ്. നമ്മളൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. പ്രവാസികൾക്ക് സുപരിചിതമായിരിക്കും. നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് കൂടുതൽ ഇവിടെ നമുക്ക് ലഭ്യമായൊരു സംഗതിയാണ് ഇവിടെ പ്രവാസികൾക്ക്. അപ്പോൾ ഒരു സ്റ്റിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റിക്കാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 സ്റ്റിക്കുള്ള സാധനമാണ് നമ്മളുള്ളത്. നമ്മൾ അര കിലോ ആണ് നമ്മൾ ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സ്റ്റിക്കിൽ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. രണ്ട് സ്റ്റിക്കായി. ഇനി നമ്മളതിൻ്റെ ഒരു സലാഡ് അതിൽ കൂടെ കഴിക്കാനായിട്ടൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്യാപ്സിക്കൻ, അതുപോലെ കുറച്ച് പച്ചമുളക്, പിന്നെ ഉള്ളി ഇങ്ങനെ ചെയ്ത്, അതായത് വലിയ കഷ്ണാക്കി മുറിച്ചിട്ട് ഇങ്ങനെ തൊലിച്ചെടുത്താണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും കൂടി ഒന്ന് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രില്ല് ചെയ്യാം. വലിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റിക്ക് നമ്മൾ ബീഫ് ചെയ്ത്, പിന്നെ ഒന്നിൽ നമ്മൾ ഇതുപോലുള്ള സലാഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രില്ല് ചൂടായിട്ട് നമ്മൾ ഓരോന്നായിട്ട് അതിൽ വെക്കുകയാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ച ആ ഗ്രില്ല് തന്നെയാണ് ഇലക്ട്രിക്. അപ്പോൾ അതിൻ്റെ മേലുള്ള ആ ഒരു ഗ്രില്ലുണ്ടല്ലോ, അത് ഞാൻ മാറ്റി വെച്ചാണ്. സെയിം സാധനം തന്നെയാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ ഗ്രില്ല് പോലെ ഒരു ഇതാണ്. അതിന്മേലെ നമ്മൾ ചിക്കനൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. അതിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ തിരിച്ചു കൊടുക്കാനും. ഇനി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒരു സൈഡായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അതായത് ചിക്കനെ പോലെയല്ല, കുറച്ചുകൂടിയൊക്കെ നമ്മൾ വേവിക്കേണ്ടി വരും. കാരണം ബീഫല്ലേ, അപ്പോൾ കുറച്ച് നമ്മൾ വേവിക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ഭാഗം തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സൈഡായിട്ട് ഇങ്ങനെ അപ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ സംഗതി ഇങ്ങനെ ആയി വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗം വെന്ത് കഴിയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, സ്റ്റിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴെല്ലായിടത്തും ചൂടെത്തിയിട്ട് അത് ശരിയായ വെന്ത് വരുള്ളൂ. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യാണ്. കാരണം അത് പെട്ടെന്ന് നമ്മൾ പച്ചക്കറി ആയത് കാരണം തന്നെ പെട്ടെന്നത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ കബാബ് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഡിഷിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.